പാലക്കാട് മണ്ഡലത്തിൽ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിന് കണ്ണനിലൂടെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. BJP സ്ഥാനാർത്ഥിയായി മെട്രോമാൻ E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ വലിയ പിന്തുണ കിട്ടിയതും UDFന് ആത്മവിശ്വാസം കൂട്ടുന്നു. വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഇത് ഒരു അപ്രതീക്ഷിതമായ നീക്കമാണ്. തീർച്ചയായും കൃത്യമായ ഒരു പഠനത്തിൻ്റെയൊക്കെ ഒടുവിലായിരിക്കും ഇങ്ങനെയൊരു ആലോചനയിലേക്ക് തന്നെ കോൺഗ്രസ് എത്തിയിട്ടുണ്ടാവുക. എന്താണ് വിവരങ്ങൾ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള ചർച്ചകള്, വളരെ വിശദമായ ചർച്ചകള് പല രീതിയിൽ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പലവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ പുറത്തേക്ക് വരുന്ന വാർത്ത ശരിയാവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടമല്ല സ്ഥാനാർത്ഥി, മറിച്ച് കണ്ണൻ ഗോപിനാഥൻ, IAS സിവിൽ സർവീസ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന കണ്ണൻ ഗോപിനാഥൻ. ആ കണ്ണൻ ഗോപിനാഥനെയാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. വളരെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് UDFന് സീറ്റില്ല, മറിച്ച് കണ്ണൻ ഗോപിനാഥൻ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് MLA ഇല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്കായിരിക്കും, ഇങ്ങനെ ഒരു തീരുമാനമാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നതെങ്കിൽ എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അല്ലേ? കാരണം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായത് തന്നെ വളരെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയുടെ മണ്ണിൽ പോയി ഇറങ്ങി 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് കയറിയപ്പോൾ ആ ഷാഫി പറമ്പിൽ ഒഴിച്ചിട്ട നിഗവിലേക്ക് പലരുടെ പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. ആ പേരുകളിലേക്ക് അവസാനം എത്തിച്ചെന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലേക്കായിരുന്നു. രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി. ഷാഫി അവിടെ വലിയ പണിയെടുത്തു. തൻ്റെ മണ്ഡലം അത് കോൺഗ്രസിൻ്റെ കൈകളിൽ ഭദ്രമാക്കാൻ വേണ്ടി ഷാഫിയും കൂട്ടരും ഷാഫി മുന്നിൽ നിന്ന് നയിച്ചു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി അവിടെ പ്രചരണം നടത്തി വിജയത്തിലേക്ക് നടന്നു കയറി എന്നുള്ളതാണ്. ഇപ്പോൾ 2026 ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചർച്ചകൾ നമ്മൾ തുടങ്ങി വെച്ചതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിക്കില്ല എന്നുള്ള ചർച്ചകളും നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പായിരിക്കുന്നു, അവിടെ കണ്ണൻ ഗോപിനാഥൻ സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലില്ലെങ്കിലും രാഹുൽ എന്ന് പറയുന്ന നേതാവിന് വേണ്ടി സംസാരിക്കുകയും ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യുന്നത് രാഹുൽ പാർട്ടിയിൽ ഉണ്ടായപ്പോൾ അയാളെ പിന്തുണച്ച ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ നേതൃത്വവും മൗനമായിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ നമുക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്തുള്ളൊരു വ്യക്തിയാണ്. പാർട്ടിയിൽ നിന്ന് നടപടി നേരിടുന്ന വ്യക്തിയാണ്. പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. അയാളിപ്പോൾ അറസ്റ്റിലാണ്. ഏതോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾ അറസ്റ്റിലാണ്. അപ്പോൾ അവിടെ രാഹുലിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തത് അതൊരു ധാർമ്മികതയുടെ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം, ആ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലേക്ക് പിന്നെ തിരിച്ചെത്തണമെങ്കിൽ എന്തുണ്ടാവണം? രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ കോടതിക്ക് ഒരു വ്യക്തമായ തീരുമാനം പറയണം. എന്ന് പറഞ്ഞാൽ രാഹുൽ കുറ്റക്കാരനല്ലെന്ന് കോടതി പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു വിധി വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയും നമ്മുടെ രാജ്യത്തിൻ്റെ കോടതികളും കോടതിയുടെ നടപടിക്രമങ്ങളും നിയമവ്യവസ്ഥയും ഒക്കെ പരിഗണിച്ച് നോക്കിയാൽ ഈ ഒരു കേസിൽ പോലും നടപടി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തീർപ്പുണ്ടാകണമെങ്കിൽ സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം ഒരു ധാർമ്മികത മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് രാഹുലിനെതിരെ നടപടിയെടുത്തത്, അല്ലേ? ആണ്. അവിടെ ആ ധാർമ്മികത മുൻനിർത്തി പാർട്ടി നടപടിയെടുക്കുമ്പോൾ അയാളെ പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കണമെങ്കിൽ കോൺഗ്രസിന് മുന്നിലുള്ള ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പരാതികളിൽ എന്തെങ്കിലും ഒന്ന് കോടതി പറയണമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താത്ത പക്ഷം രാഹുലിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കോൺഗ്രസിൻ്റെ നടപടിക്രമങ്ങളെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ, പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേരിലേക്ക് എത്താതെ പാലക്കാട് മറ്റൊരു പേരിലേക്ക് ചെന്നെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി, UDFൻ്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനി ഇതിപ്പോൾ ഒരു 99% ഉറപ്പ് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. പക്ഷെ അവിടെയും ഒരു % ബാക്കിയുണ്ട്. അത് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും രാഹുലിനെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി പാലക്കാട് കാണണമെങ്കിൽ എന്നുള്ളതാണ്. ഇവിടെ ഇനിയുള്ളത് മറ്റൊരു പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ള കാര്യവും ഒരു ഭാഗത്ത് ചോദ്യചിഹ്നമാകുന്നുണ്ട്. ഈവൻ രാഹുൽ മാങ്കൂട്ടം വിജയിക്കും എന്ന് തന്നെ നമ്മളങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ അതിന് തയ്യാറാകുമോ എന്നുള്ള കാര്യം വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം രാഹുലിന് പാർട്ടി എന്ന് പറയുന്നത് അയാളുടെ ജീവിതമാണ്. അയാളാക്കിയതും പാർട്ടിയാണ്. പാർട്ടി നൽകിയ സ്ഥാനമാനങ്ങളും പാർട്ടി നൽകിയ പദവികളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയേറെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം നൽകിയ പാർട്ടി, ആ പാർട്ടിയെ തിരിഞ്ഞുകൊത്താൻ അയാൾ സരിനല്ല എന്നുള്ള കാര്യം ഉറപ്പാ, അല്ലേ? അപ്പം അങ്ങനെ അയാൾ ചെയ്യുമോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രാഹുൽ മാങ്കൂട്ടം തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോഴും രാഹുലിന് ബന്ധമുള്ള ആളുകൾ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അവരെ അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിപ്പോൾ ഞാൻ ഈ ഒരാൾ രണ്ടാളെന്നൊന്നും പറയുന്നില്ല, ആ കൂട്ടത്തിൽ വലിയ ആത്മബന്ധമുള്ള ഷാഫി പറമ്പിലുണ്ട്, VK ശ്രീകണ്ഠനുണ്ട്, ഈവൻ VD സതീശൻ പോലുമുണ്ട്. സതീശൻ പറഞ്ഞ വാക്കുകളെ ഞാൻ ഓർക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടിയെടുത്ത് വന്നിട്ട് സതീശൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, പല നിലപാടുകളും പല തീരുമാനങ്ങളും എടുക്കുന്നത് ചങ്ക് പൊട്ടിയിട്ടാണെന്ന്. മനസ്സിലായില്ലേ? സതീശന് പോലും അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ എവിടെയോ ചില പാളിച്ചകൾ വന്നു പോയി എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം പറയുമ്പോഴും രാഹുലിന് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മളെ പോയിൻ്റ് എന്ന് പറയുന്നത് പരാതിയിൽ പറയുന്ന പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാഹുലും കോടതിയിൽ പറയുന്നത് അത് തന്നെയാണ്, അല്ലേ? രാഹുലും കോടതിയിൽ പറയുന്നത് എന്താണ്? ബലാത്സംഗമാകില്ല, പീഡനമാകില്ല, നടന്നത് രണ്ടുപേരുടെയും സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്ന. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചെറിയ, ഇനി മേ ബി അയാളുടെ പ്രായത്തിൻ്റെ, അയാളുടെ പക്വതയുടെ എന്ന് ഞാൻ പറയില്ല, അയാളുടെ പ്രായത്തിൻ്റെതായ ചില ചാബല്യങ്ങൾ അയാൾക്കുണ്ടായി. അതും വളരെ പൊട്ടൻഷ്യൽ ഉണ്ടായ ദുഃഖകരമാണ്. രാഹുലെ, നിനക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും നിൻ്റെ ഭാഗം പറയാൻ വേണ്ടി ഇത്രയും ദിവസം മെനക്കെട്ടിരുന്ന് നിൻ്റെ ഭാഗങ്ങൾ പറയുമ്പോഴത്രയും രാഹുലെ വലിയ സങ്കടമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. കാരണം രാഹുലെ, നീ ചെന്ന് ചാടേണ്ടിയിരുന്ന ഒരു കെണി ആയിരുന്നില്ല ഇതൊന്നും എന്നുള്ളതാണ്. നിനക്ക് അത്രമാത്രം പൊട്ടൻഷ്യലുള്ള നിൻ്റെ, ഇപ്പോൾ ആനയുടെ വലുപ്പം ആനക്കറിയില്ല എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നിൻ്റെ വലുപ്പം നീ അറിഞ്ഞില്ലേ രാഹുലേ എന്നുള്ളതാണ് ഒരു വേദനാജനകമായ ചോദ്യം. അപ്പോഴും നിന്നെ തള്ളിപ്പറയാനോ നിന്നോടൊപ്പമല്ല എന്ന് പറയാനോ തയ്യാറാവാതെ നിൻ്റെ കൂടെ നിൽക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. കാരണം അത് മറ്റൊന്നുമല്ല, നിന്നോടുള്ള ഇഷ്ടമുണ്ടായതും എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിൻ്റെ ആർജവം, നിന്നിലുള്ള ആൺകുട്ടി, നിൻ്റെ നട്ടെല്ലിൻ്റെ ബലം, അത് കണ്ടിട്ട് തന്നെയാണ് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. അപ്പോൾ
ആ ചാബല്യങ്ങളിൽ എവിടെയോ നീ പെട്ടുപോയി. ഒരിക്കലും നീ ചെന്ന് ചാടേണ്ടിയിരുന്ന കുഴി ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഇതെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇത് പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ അത്രമാത്രം ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അയാൾക്ക് നമ്മുടെ മനസ്സിലൊരു സ്ഥാനമുണ്ടായി കഴിഞ്ഞാൽ, പിന്നീട് പലപ്പോഴും ഇങ്ങനെ അയാൾ പെട്ടുപോകുമ്പോൾ, നീ അങ്ങനെ പെട്ടുപോയപ്പോഴും രാഹുലെ ഒരൊറ്റ ചോദ്യം മനസ്സിന് ഉത്തരം കിട്ടാതെ ബാക്കിയുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ചോദിച്ചത്. രാഹുലെ, നീ ചെന്ന് ചാടേണ്ടിയിരുന്ന കുഴിയായിരുന്നോ ഇത് എന്നുള്ളത്. എന്താണെങ്കിലും കോൺഗ്രസ് രാഹുലിന് സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ നമുക്ക് 100 അല്ലെങ്കിലും 99% നമുക്ക് ഉറപ്പിക്കാറായിട്ടുള്ള മട്ടാണ്. അവിടെ ഇനിയൊരു ചോദ്യം, പാർട്ടിയെ തള്ളിക്കൊണ്ട് തന്നോട് ആത്മബന്ധം പുലർത്തുന്ന ആളുകളുടെ വാക്കുകൾ തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണെങ്കിലും UDFൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പലപ്പോഴും മുമ്പ് മറ്റൊരു പേര് ഉയർന്നു വന്നപ്പോൾ ആളെ പേര് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള പേര് ആവണമെന്നില്ല. മേ ബി പല പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു പേര് അത്രമാത്രം ക്വാളിഫൈഡ് ആയ വ്യക്തി ആയിരുന്നില്ല പാലക്കാടെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു പേര് എവിടെയോ കണ്ടപ്പോൾ ഞാനും കരുതി, ഇവരൊക്കെയാണോ കോൺഗ്രസ് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ കണ്ണൻ ഗോപിനാഥൻ്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ അതിൽ ഒരു ആശങ്കക്ക് വഴിയില്ലാത്ത രീതിയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.